ഹലോ ഫ്രണ്ട്സ്, എഡ്യൂസ് ആപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്പർ ഗിയർ ഡിസൈനെ കുറിച്ചുള്ളതാണ്. ഇത് ഡിസൈൻ മെഷീൻ എലമെൻറ്റ്സ് 2-ലെ മൊഡ്യൂൾ 3-ലെ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസൈൻ പ്രൊസീജിയറിലോട്ട് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ചെയ്യാനുള്ളത് അനലൈസ് ദി ഗിവൺ ഡാറ്റ. തന്നിരിക്കുന്ന ഡാറ്റ അനലൈസ് ചെയ്യുക, അത് വ്യക്തമായി എഴുതിയെടുക്കുക. ഇപ്പോൾ പ്രോബ്ലത്തിൽ ഇതൊരു പവർ ട്രാൻസ്മിഷൻ എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ എത്ര പവറാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ള ഡാറ്റ ഉണ്ടായിരിക്കും. ഇൻ കിലോ വാട്ട് വാല്യൂ അത് ലിസ്റ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ മെറ്റീരിയൽ, ഗിയറിൻ്റെയും പിനിയൻ്റെയും മെറ്റീരിയലിനെ കുറിച്ചുള്ള ഡാറ്റ. ഇനി എന്താണ് പിനിയൻ, എന്താണ് ഗിയർ എന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ പവർ ട്രാൻസ്മിഷൻ എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇൻപുട്ട് ഗിയറും അതായത് ഡ്രൈവിംഗ് ഷാഫ്റ്റും ഉണ്ടായിരിക്കും, ഡ്രിവൺ ഷാഫ്റ്റും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഡ്രൈവിംഗ് ഷാഫ്റ്റ് കണക്ട് ചെയ്ത് ഇൻപുട്ട് ഗിയർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഗിയർ ഉണ്ടായിരിക്കും. അതിനെ നമുക്ക് പിനിയൻ എന്ന് വിളിക്കാം. പിനിയൻ എന്ന് വിളിക്കാനുള്ള റീസൺ അതിൻ്റെ ഡയമീറ്റർ കുറവായിരിക്കും, നമ്പർ ഓഫ് ടീത്ത് കുറവായിരിക്കും, പക്ഷേ RPM കൂടുതലായിരിക്കും. ദെൻ ഗിയർ എന്ന് പറയുന്നത് ഡ്രിവൺ ഗിയർ ആണ്. അതിൻ്റെ ഡയമീറ്റർ കൂടുതലും നമ്പർ ഓഫ് ടീത്ത് കൂടുതലും, പക്ഷേ RPM കുറവായിരിക്കും. അപ്പോൾ അവൾ തമ്മിലുള്ള റിലേഷനായിട്ട് നമുക്ക് വെലോസിറ്റി റേഷ്യോ അല്ലെങ്കിൽ ഗിയർ റേഷ്യോ ഉണ്ടായിരിക്കും. ഗിയർ റേഷ്യോ മീൻസ് തമ്മിലുള്ള RPMൻ്റെ റിലേഷനായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടീത്തിൻ്റെ റിലേഷനായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഡയമീറ്ററിൻ്റെ റിലേഷനായിട്ട് എടുക്കാം. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ വാല്യൂ തരും. ദെൻ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് തരാം, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഡേറ്റ ഉണ്ടായിരിക്കത്തില്ല. ഡയമീറ്റർ തരാം, തരാതിരിക്കാം. ദെൻ നമ്പർ ഓഫ് ടീത്ത്. ഈ ഡേറ്റ എല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അതെല്ലാം ലിസ്റ്റ് ചെയ്യുക. അത് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത്. ഇനി മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി വാല്യൂസ്, അതിൻ്റെ സ്റ്റാറ്റിക് സ്ട്രെസ് വാല്യൂസ്, ഡിസൈൻ സ്ട്രെസ് വാല്യൂസ് എല്ലാം ഉണ്ടാവും. അത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരാം, തരാതിരിക്കാം. എന്തായാലും ഫസ്റ്റ് ചെയ്യാനുള്ള കാര്യം തന്നിരിക്കുന്ന ഡേറ്റ എല്ലാം ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മെറ്റീരിയൽ സെലക്ഷൻ. ഉദ്ദേശിക്കുന്നത് ഇപ്പം പിനിയനും ഗിയറും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനകത്ത് വീക്കർ എലമെൻ്റ് ഏതാണ് എന്ന് നോക്കിയിട്ടാണ് ഫർദർ ആയിട്ടുള്ള ഡിസൈൻ പ്രൊസീജിയർ എല്ലാം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി മെറ്റീരിയൽ സെലക്ഷൻ പാർട്ടിൽ ക്വസ്റ്റ്യനിൽ മെറ്റീരിയൽ പ്രോപ്പർട്ടി തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. അല്ല എങ്കിൽ ഡിസൈൻ ഡേറ്റ ഹാൻഡ്ബുക്ക് ബൈ K Mahadevanലെ ടേബിളും ഇക്വേഷൻസും റെഫർ ചെയ്യാം. അത് വെച്ചിട്ട് നമുക്ക് ആ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്യാം, അതിൻ്റെ പ്രോപ്പർട്ടി വാല്യൂസ് എല്ലാം ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് വീക്കർ എലമെൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. വീക്കർ എലമെൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉള്ള പ്രൊസീജിയർ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീക്കർ എലമെൻ്റ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ഡയമെൻഷൻ കണ്ടുപിടിക്കാം. ഡയമെൻഷൻ ഉദ്ദേശിക്കുന്നത് മൊഡ്യൂളാണ്. മൊഡ്യൂൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻസ് ഉണ്ട്, അതും ഡേറ്റാ ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ മൊഡ്യൂളിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ചൂസ് ചെയ്യുന്നത് ഗിവൺ ഡേറ്റ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഡയമീറ്റർ ഉണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം, ഡയമീറ്റർ ഒന്നും തന്നിട്ടില്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഡയമീറ്റർ ഡയറക്റ്റ് തരുന്നതിന് പകരം സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് തരുന്നതെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇക്വേഷൻ ചൂസ് ചെയ്യാൻ പറ്റും. ദെൻ മൊഡ്യൂൾ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഗിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി ഡയമെൻഷൻസ് എല്ലാം എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഡേറ്റാ ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടേബിളുണ്ട്. ആ ടേബിൾ നോക്കിയിട്ട് ബാക്കി ഡയമെൻഷൻ ഉദ്ദേശിക്കുന്നതിൻ്റെ പിച്ച് സർക്കിൾ ഡയമീറ്റർ, അഡൻഡം, ഡിഡൻഡം, ഫേസ് വിഡ്ത്ത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ്. അതെല്ലാം നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത് പോർട്ടിലോട്ട് പോകാം. അപ്പോൾ സേഫ്റ്റി ചെക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ഡൈനാമിക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഡൈനാമിക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ബക്കിംഗ്ഹാംസ് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് ഡേറ്റാ ബുക്കിനകത്ത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അത് ചെയ്ത് നമുക്ക് ഡൈനാമിക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ചെക്ക് ചെയ്യുന്നത് എൻഡ്യൂറൻസ് ലിമിറ്റ് ലോഡും വിയർ ലോഡുമാണ്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ രണ്ട് ലോഡിനെയും കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ടാവും. സേഫ്റ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഡ്യൂറൻസ് ലോഡും വിയർ ലോഡും കമ്പയർ ചെയ്യാൻ പറയുന്നുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ വിയർ ലോഡിന് മാത്രം ഡിസൈൻ ചെക്ക് ചെയ്യാനും പറയും. അപ്പോൾ അത് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയതിന് ശേഷം ഈ രണ്ട് സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. അപ്പോൾ അതിനും ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് കോമൺ ആയിട്ടുള്ള ഡിസൈൻ പ്രൊസീജിയർ. ഇതിനകത്ത് ഗിവൺ ഡേറ്റ ബേസ് ചെയ്തിട്ടാണ് ഓരോന്നും ചെയ്തു പോകുന്നത്. അപ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കി എടുത്തതിന് ശേഷം മാത്രം പ്രോബ്ലം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് പ്രൊസീജിയറിലോട്ട് കടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെറ്റീരിയൽ സെലക്ഷൻ. ഇപ്പോൾ മെറ്റീരിയൽ സെലക്ഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ ഗിവൺ ഡേറ്റ ആയിട്ട് മെറ്റീരിയൽ സെലക്ഷൻ, മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി വാല്യൂ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ചില ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു ഡേറ്റ കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ ടേബിൾ 12.7 പേജ് നമ്പർ 234 നമുക്ക് റെഫർ ചെയ്യാം. ടേബിൾ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ടേബിൾ 12.7. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ മെറ്റീരിയലിൻ്റെ പേര് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ പേര് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സിഗ്മ ഡി, അലോവബിൾ സ്റ്റാറ്റിക് സ്ട്രെസ് സിഗ്മ ഡിയും ബ്രിനൽ ഹാർഡ്നെസ് നമ്പർ BH എന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. ഇനി മെറ്റീരിയൽ ഒന്നും തന്നിട്ടില്ല എങ്കിൽ പിനിയനും ഗിയറിനും ഒരേ മെറ്റീരിയൽ തന്നെ എടുക്കണം. ശ്രദ്ധിക്കുക,
പിനിയനും ഗിയറിനും മെറ്റീരിയൽ തന്നിട്ടില്ലെങ്കിൽ ഒരു മെറ്റീരിയൽ തന്നെ ചൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വീക്കർ എലമെൻ്റ് ആയിട്ട് നമുക്ക് പിനിയനെ ചൂസ് ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റീൽ C30 ഹീറ്റ് ട്രീറ്റഡ് ആണ്. അത് പിനിയനും ഗിയറിനും അതേ മെറ്റീരിയലാണ് കൊടുക്കാൻ പോകുന്നത്. പ്രൊവൈഡഡ് മെറ്റീരിയലിനെ കുറിച്ചൊന്നും ഡേറ്റയൊന്നും ക്വസ്റ്റ്യനിൽ ഇല്ല എങ്കിൽ. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്മ ഡി എന്ന് പറയുന്നതാണ് സ്റ്റാറ്റിക് സ്ട്രെസ്. സിഗ്മ ഡി വാല്യൂ നോട്ട് ചെയ്യുക, 220.6 കിട്ടും. അതിൻ്റെ ബ്രിണൽ ഹാർഡ്നെസ് നമ്പർ BHN വാല്യൂ നോട്ട് ചെയ്യുക, 300 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രൈമറി ആയിട്ട് എഴുതി വയ്ക്കാനുള്ളത്. സെയിം മെറ്റീരിയൽ ആണെങ്കിൽ പിനിയൻ ആയിരിക്കും വീക്കർ. ശ്രദ്ധിക്കുക, സെയിം മെറ്റീരിയൽ ആണെങ്കിൽ പിനിയൻ ആയിരിക്കും വീക്കർ. ഡിഫറൻറ്റ് മെറ്റീരിയലാണ്, ക്വസ്റ്റ്യനിൽ ഡിഫറൻറ്റ് മെറ്റീരിയൽ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു സ്റ്റെപ്പ് ഫോളോ ചെയ്യണം. അതെന്താണെന്ന് പറഞ്ഞുതരാം. ഇനി മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ബോത്ത് പിനിയൻ ആൻഡ് ഗിയർ ഡിഫറൻ്റ് ആണെങ്കിൽ നമുക്ക് സ്ട്രെങ്ത് ഫാക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ സ്ട്രെങ്ത് ഫാക്ടർ കണ്ടുപിടിക്കാൻ ഇത്രയേ ഉള്ളൂ. ലൂയിസ് ഫാക്ടറും Y എന്ന് പറഞ്ഞ ലൂയിസ് ഫാക്ടർ ഉണ്ട്, അത് അതിൻ്റെ സിഗ്മ ഡി അലോബിൾ സ്റ്റാറ്റിക് സ്ട്രെസ്സോടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെങ്ത് ഫാക്ടർ കിട്ടും. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് വീക്കർ പാർട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ Y എന്ന് പറയുന്നതാണ് ലൂയിസ് ഫോം ഫാക്ടർ. അത് പേജ് നമ്പർ 204 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് പേജ് നമ്പർ 204 കൊടുത്തേക്കുന്ന ലൂയിസ് ഇക്വേഷൻ, ലൂയിസ് ഫോം ഫാക്ടർ. ലൂയിസ് ഫോം ഫാക്ടർ Y ഈസ് ഈക്വൽ ടു വാല്യൂസ് ഡിഫറെൻറ്റ് 3 ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന പ്രഷർ ആംഗിൾ, ഇപ്പോൾ ആംഗിൾ തന്നിട്ടുണ്ട്, ആ പ്രഷർ ആംഗിൾ തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ 20 ഡിഗ്രി 14.5 ഡിഗ്രിയാണ് ഓപ്ഷൻസ്. ഇനി ടൂത്ത് പ്രൊഫൈലിനെ കുറിച്ചും പറയും. ഇപ്പോൾ ഇൻവല്യൂട്ട് ആവാം, സ്റ്റെപ്പ് ടീത്ത് ആവാം, അതിനെക്കുറിച്ചും പറയും. ഇനി ഇതൊന്നും ഡേറ്റ ബുക്കിന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം. If we are assuming 20 degree involute system for gear drive എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ Y is equal to 0.154 minus 0.912 divided by Z, ആ വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവിടുത്തെ വേരിയബിൾ Y കണ്ടുപിടിക്കാനുള്ള വേരിയബിൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടീത്ത് Z ആണ്. അപ്പോൾ പലപ്പോഴും ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് ടീത്ത് തരാതിരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്പർ ഓഫ് ടീത്ത് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒരു കാര്യം അസ്യൂം ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് ടീത്ത് ഫോർ പിനിയൻ ZP എന്ന് പറയുന്ന വാല്യൂ 24 ആയിട്ട് ഞാനങ്ങ് അസ്യൂം ചെയ്യും. അത് നിങ്ങൾക്ക് ഓപ്ഷനാണ്, 24 അല്ലെങ്കിൽ 22, 20 ഒക്കെ അസ്യൂം ചെയ്യാൻ പറ്റും. ദെൻ ഗിയറിൻ്റെ നമ്പർ ഓഫ് ടീത്ത് ആയിട്ട് ഞാൻ എടുക്കേണ്ട അപ്പോൾ എന്തായിരിക്കും, 24 ഇൻറ്റു വെലോസിറ്റി റേഷ്യോ, ഗിയർ റേഷ്യോ ആയിരിക്കും. അപ്പോൾ രണ്ട് വാല്യൂം കിട്ടും, ZP വാല്യൂം കിട്ടും, ZG വാല്യൂം കിട്ടും. അപ്പോൾ അത് ബേസ് ചെയ്ത് എനിക്ക് ലൂയിസ് ഫോം ഫാക്ടർ കണ്ടുപിടിക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ ZP ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ YP ആവും, അതായത് ലൂയിസ് ഫോം ഫാക്ടർ ഫോർ പിനിയൻ ആവും. ZG ഇട്ടാണ് ചെയ്യുന്നതെങ്കിൽ ലൂയിസ് ഫോം ഫാക്ടർ ഫോർ ഗിയറും ആവും. അപ്പോൾ രണ്ട് വാല്യൂ എനിക്ക് കിട്ടും. ഇനി എങ്ങനെയാണ് വീക്കർ പാർട്ട് ഐഡൻറ്റിഫൈ എന്ന് നോക്കാം. സ്ട്രെങ്ത് ഫാക്ടർ ഫോർ പിനിയൻ കണ്ടുപിടിക്കാം. അതെങ്ങനെയായിരിക്കും, സിഗ്മ DP ഇൻറ്റു YP. ഈ സിഗ്മ DP എന്ന് പറയുന്നത് ഡിസൈൻ സ്ട്രെസ് ഫോർ പിനിയൻ ഇൻറ്റു YP എന്ന് പറയുന്നത് ലൂയിസ് ഫോം ഫാക്ടർ ഫോർ പിനിയൻ. അപ്പോൾ YP കണ്ടുപിടിക്കാൻ നേരത്തെ ഇസഡിന് പകരം ZP സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അടുത്ത് കണ്ടുപിടിക്കാനുള്ളത് ഗിയർ വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ DG ഇൻറ്റു YG. അതിൻ്റെ ഡിസൈൻ സ്ട്രെസ് വാല്യൂ, ഗിയറിൻ്റെ ഡിസൈൻ സ്ട്രെസ് വാല്യൂ ആണ് സിഗ്മ DG കൊണ്ട് ഉദ്ദേശിക്കുന്നത്. YG എന്ന് പറഞ്ഞാൽ ലൂയിസ് ഫോം ഫാക്ടർ ഫോർ ഗിയർ. അത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇസഡിന് പകരം ZG സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ YG കിട്ടും. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ കമ്പയർ ചെയ്യുന്ന ഇത്ര കാര്യമുള്ളൂ. ഇപ്പോൾ പിനിയൻ്റെ സ്ട്രെങ്ത് ഫാക്ടറാണ് ചെറുതെങ്കിൽ പിനിയൻ ആയിരിക്കും വീക്കർ. അതായത് സിഗ്മ DP ഇൻറ്റു YP കമ്പയറിങ് വിത്ത് സിഗ്മ DG ഇൻറ്റു YG. അപ്പോൾ സിഗ്മ DP ഇൻറ്റു YP ആണ് ചെറുതെങ്കിൽ പിനിയൻ ആണ് വീക്കർ. അതായത് പിനിയൻ്റെ സ്ട്രെങ്ത് ഫാക്ടറാണ് ചെറുത് എങ്കിൽ പിനിയൻ വീക്കറാണ്. ഗിയർ വീക്കറാകുന്ന എപ്പോഴെന്ന് വെച്ചാൽ സിഗ്മ DG ഇൻറ്റു YG എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഫാക്ടർ ഫോർ ഗിയർ പിനിയന് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണെങ്കിൽ ഗിയർ ആയിരിക്കും വീക്കർ. ഇനി എല്ലാ സ്റ്റെപ്പും ഫോളോ ചെയ്യുന്നത് വീക്കർ എലമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതായത് കാൽക്കുലേഷൻ വരുമ്പോൾ വേരിയബിൾ ഇട്ട് കൊടുക്കാനുള്ളത് വീക്കർ എലമെൻറ്റിൻ്റെതാണ്. ഇപ്പോൾ ഡിസൈൻ ഈസ് ബേസ്ഡ് ഓൺ വീക്കർ പാർട്ട്, അത് ശ്രദ്ധിക്കാം. വീക്കർ പാർട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ വീക്കർ പാർട്ടിൻ്റെ, അതപ്പോൾ പിനിയനാണ് വീക്കറെങ്കിൽ ആ പിനിയൻ്റെ ഡയമീറ്റർ, നമ്പർ ഓഫ് ടീത്ത്, അങ്ങനെയുള്ള ഇൻപുട്ട് ഡേറ്റാസ് എല്ലാം കൊടുക്കുക. അതിൻ്റെ ഡിസൈൻ സ്ട്രെസ് അതൊക്കെ ആയിരിക്കും ബാക്കി വരുന്ന ഇക്വേഷൻസിലെല്ലാം ഇൻപുട്ടായിട്ട് വരുന്നത്. അഥവാ ഗിയറാണ് വീക്കറെങ്കിൽ ഗിയറിൻ്റെ ഡയമീറ്റർ, നമ്പർ ഓഫ് ടീത്ത്, ഡിസൈൻ സ്ട്രെസ് വാല്യൂ അതെല്ലാം നമുക്ക് ഫർദർ കാൽക്കുലേഷനിൽ യൂസ് ചെയ്യാം.
ഓക്കെ, ഇനി അടുത്ത കാര്യത്തിലോട്ട് കടക്കാം. ഇനി രണ്ടാമത്തെ മേജർ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൊഡ്യൂൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതാണ് മൊഡ്യൂൾ എന്ന് പറയുന്നതിൻ്റെ ബേസിക് ഡയമെൻഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ബേസ്ഡ് ഓൺ ഗിവൺ ഡേറ്റയാണ്. അപ്പോൾ നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഡയമീറ്ററിന് പകരം സെൻറ്റർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ സെൻറ്റർ ഡിസ്റ്റൻസ് നമുക്ക് ഡയമീറ്ററിലോട്ട് എത്താൻ പറ്റും. അത് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഡയമീറ്റർ അറിയാമെങ്കിൽ യൂസ് ചെയ്യാനുള്ള മൊഡ്യൂളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എഫ് ടി ഡിവൈഡ് ബൈ സിഗ്മ ഡി സി വി കെ വൈ എന്ന് പറയുന്ന ഇക്വേഷനാണ്. അത് പേജ് നമ്പർ 204 12.5b ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡേറ്റാ ബുക്കിൽ നോക്കുക, പേജ് നമ്പർ 204 ഇക്വേഷൻ 12.5b. അപ്പോൾ ഇവിടെ ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, ഓരോ അൺനോൺ, അതായത് മൊഡ്യൂൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഇൻപുട്ട് ഡേറ്റ എന്താണെന്ന് നോക്കാം. ഇവിടെ സിഗ്മ ഡി അലോബിൾ സ്റ്റാറ്റിക് സ്ട്രെസ്, അത് നമ്മൾ നേരത്തെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വീക്കർ എലമെൻറ്റിൻ്റെ സിഗ്മ ഡി വേണം എടുക്കാൻ. അപ്പോൾ വീക്കർ എലമെൻറ്റ് ഏതാണോ അതിൻ്റെ സിഗ്മ ഡി വാല്യൂ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടേബിൾ 12.7 നമ്മൾ പേജ് നമ്പർ 234 എന്നൊക്കെ അത് എഴുതി വെച്ചിട്ടുണ്ട്. വീക്കർ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അത് വേണം നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ. സി വി എന്ന് പറയുന്നതാണ് വെലോസിറ്റി ഫാക്ടർ. വെലോസിറ്റി ഫാക്ടറും പേജ് നമ്പർ 205 സീരീസ് ഓഫ് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ബേസ്ഡ് ഓൺ വെലോസിറ്റി വാല്യൂ ആണ്. അപ്പോൾ വെലോസിറ്റി ഇവിടെ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. സി വി അപ് ടു വെലോസിറ്റി അപ് ടു 8 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഒരു ഇക്വേഷൻ, അപ് ടു 13 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ വേറൊരു ഇക്വേഷൻ, 6 to 20 ആണെങ്കിൽ വേറെ, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് ഡേറ്റ എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. ഇപ്പോൾ വെലോസിറ്റി ഡയമീറ്റർ അറിയാമെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പൈ ഡി എൻ ബൈ 60 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ വി ഈസ് ഈക്വൽ ടു പൈ ഡി എൻ ബൈ 60. അപ്പോൾ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ വീക്കർ പാർട്ടാണ്. അപ്പോൾ പിനിയനാണ് വീക്കർ എങ്കിൽ ഡയമീറ്റർ ഓഫ് ദ പിനിയൻ എടുക്കാം. എൻ എന്ന് പറയുന്നത് വീക്കർ പാർട്ടിൻ്റെ തന്നെ ഇതായിരിക്കും, RPM ആയിരിക്കും. അപ്പോൾ എൻ തന്നിട്ടുണ്ടായിരിക്കും, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് മീറ്റർ പെർ സെക്കൻഡിലാണ് കണ്ടുപിടിക്കാനുള്ളത്. മീറ്റർ പെർ സെക്കൻഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഡയമീറ്റർ വാല്യൂ മീറ്ററിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ആ വെലോസിറ്റി ഡേറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സി വി വാല്യൂ നമുക്ക് ഫോർ എക്സാമ്പിൾ വെലോസിറ്റി കണ്ടുപിടിച്ചപ്പോൾ 6 മീറ്റർ പെർ സെക്കൻഡ്, അതായത് അപ് ടു 8 മീറ്റർ പെർ സെക്കൻഡിനകത്താണ് വന്നത്. അപ്പോൾ ചൂസ് ചെയ്യാനുള്ള ഫോർമുല, ഫസ്റ്റ് ഫോർമുല സി വി ഈസ് ഈക്വൽ ടു 3.05 ഡിവൈഡ് ബൈ 3.05 പ്ലസ് വി വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ റേഷ്യോ കണ്ടുപിടിച്ച് നോക്കുക. അപ്പോൾ സി വി വാല്യൂ കിട്ടും. ഇനി അടുത്ത വേരിയബിൾ എന്ന് പറയുന്നത് കെ എന്ന് പറഞ്ഞാൽ B/M റേഷ്യോ ആണ്. ബി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഫേസ് വിഡ്ത്ത് ഓഫ് ദ ഗിയർ ആണ്. ബി ഈസ് ദ ഫേസ് വിഡ്ത്ത് ഓഫ് ദ ഗിയർ. അത് നമുക്ക് ഡേറ്റാ ബുക്കിനകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് സ്പർ ഗിയറിന് സാധാരണ ഫേസ് വിഡ്ത്ത് എടുക്കുന്നത് ഇൻ ബിറ്റ്വീൻ 9.5 മൊഡ്യൂൾ ടൈംസ് മൊഡ്യൂൾ ടു 12.5 ടൈംസ് മൊഡ്യൂളാണ്. മീറ്റർ അല്ല, മൊഡ്യൂളാണ്. 9.5 മൊഡ്യൂൾ ടൈംസ് മൊഡ്യൂൾ ടു 12.5 ടൈംസ് മൊഡ്യൂളിന് ഇടയ്ക്കാണ് ഫേസ് വിഡ്ത്ത് എടുക്കാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 10 ടൈംസ് മൊഡ്യൂളായിട്ട് അങ്ങ് എടുക്കുന്നു. 10 ടൈംസ് മൊഡ്യൂളായിട്ട് എടുക്കുമ്പോൾ കെയുടെ വാല്യൂ എന്ത് വരും? കെയുടെ വാല്യൂ 10 ആയിട്ട് കിട്ടും. ശ്രദ്ധിക്കുക, B/M റേഷ്യോ ആണ് കെയുടെ വാല്യൂ ബി എന്ന് പറയുന്ന വാല്യൂ ഫേസ് വിഡ്ത്ത് 10 ടൈംസ് മൊഡ്യൂളായിട്ട് എടുത്തു കഴിഞ്ഞാൽ കെയുടെ വാല്യൂ 10 ആയിട്ട് കിട്ടും. ഇനി നമുക്ക് അടുത്ത വേരിയബിളിലോട്ട് പോകാം. അടുത്ത വേരിയബിൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ വൈ എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു സ്മാൾ വൈ. സ്മാൾ വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലൂയിസ് ഫോം ഫാക്ടറാണ്. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. അവിടെ നമ്മൾ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇക്വേഷൻ കണ്ടുപിടിക്കുക, ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ എളുപ്പമായിരിക്കും. ലൂയിസ് ഫോം ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസും കൊടുത്തിട്ടുണ്ട്. Y ഈസ് ഈക്വൽ ടു, അത് നമ്മൾ സ്യൂട്ടബിൾ സിസ്റ്റം ഗിയർ സിസ്റ്റം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ UI വാല്യൂ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വേറെ ഒന്നും ചെയ്യേണ്ട, നേരത്തെ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ആ വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ ആ വാല്യൂ ഡയറക്റ്റ് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നമ്പർ ഓഫ് ടീത്ത് തന്നിട്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അസ്യൂം ചെയ്ത് ഇവിടെ കണ്ടുപിടിക്കാം. ഇനി അടുത്ത വേരിയബിൾ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ടൂത്തിലോടാണ്. അപ്പോൾ ടാൻജൻഷ്യൽ ടൂത്തിലോട് എന്ന് പറയുന്നത് എഫ് ടി വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ പേജ് നമ്പർ 205 12.7a എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള വേരിയബിൾ എന്തൊക്കെയാണ്? പി എന്ന് പറഞ്ഞാൽ പവർ ട്രാൻസ്മിറ്റഡ് ആണ്, ഇൻ കിലോ വാട്ട് വാല്യൂ. അപ്പോൾ ഇൻപുട്ട് ഡേറ്റ ആയിട്ട് അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, പിച്ച് ലൈൻ വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡിലെ വാല്യൂ ആണ് ചൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ നേരത്തെ വെലോസിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വെലോസിറ്റി വാല്യൂ കണ്ടുപിടിച്ചായിരുന്നു. സി വി കണ്ടുപിടിക്കാൻ വേണ്ടി വെലോസിറ്റി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വാല്യൂ നമുക്ക് ചൂസ് ചെയ്യാം. ദെൻ സി എസ് എന്ന് പറയുന്നത് സർവീസ് ഫാക്ടറാണ്. സർവീസ് കണ്ടീഷൻ നോക്കിയാണ് ചൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ ടേബിൾ 12.8 തന്നിട്ടുണ്ട്, പേജ് നമ്പർ 235. ആ ടേബിൾ നോക്കാം. ഇപ്പോൾ ടൈപ്പ് ഓഫ് ലോഡ്, കണ്ടീഷൻ, ടൈപ്പ് ഓഫ് സർവീസ്, ഇത് നോക്കിയിട്ടാണ് നമ്മൾ സർവീസ് ഫാക്ടർ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ലൈറ്റ് ഷോക്ക് എന്ന് പറയാം, മീഡിയം ഷോക്ക്, ഹെവി ഷോക്ക് ആയിരിക്കാം. പിന്നെ വർക്ക് ചെയ്യുന്നത് കണ്ടിന്യൂസ് 24 hours പെർ ഡേ ആണോ, 8 to 10 hours പെർ ഡേ ആണോ എന്നൊക്കെ തരാം. അങ്ങനെയാണെങ്കിൽ അത് നോക്കിയിട്ട് വേണം നമുക്ക് സർവീസ് ഫാക്ടർ ചൂസ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ
തന്നിരുന്ന ലോഡ് ലൈറ്റ് ഷോക്കുള്ള ലോഡാണ്, ടൈപ്പ് ഓഫ് ലോഡ്. ദെൻ വർക്കിംഗ് 8 to 10 hours per day ആണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ വാല്യൂ സർവീസ് ഫാക്ടർ എന്ന് പറയുന്നത് 1.25 ആണ്. ഇനി സർവീസ് ഫാക്ടറിനെ കുറിച്ച് ഒന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല എങ്കിലും നമുക്ക് വേണമെങ്കിൽ ഓരോ കണ്ടീഷൻ അസ്യൂം ചെയ്യാം. വി ആർ അസ്യൂമിങ് ദാറ്റ് മീഡിയം ഷോക്ക് കണ്ടിന്യൂസ് 24 hours per day. ഓക്കെ ഫൈൻ. ദെൻ സർവീസ് ഫാക്ടർ വാല്യൂ 1.8 ആയിരിക്കും. അതൊക്കെ നമ്മുടെ ഫ്രീഡം ആണ്, ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, സർവീസ് കണ്ടീഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ വെച്ച് വേണം വാല്യൂ ചൂസ് ചെയ്യാൻ. ഇല്ല എങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോവാം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഈ പ്രീവിയസ് സ്റ്റെപ്പിൽ നേരത്തെ കണ്ടല്ലോ, ഓരോ വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്തു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൊഡ്യൂൾ കണ്ടുപിടിച്ചാൽ മതി. ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ നോക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ എഫ് ടി വാല്യൂ കിട്ടിക്കഴിഞ്ഞു, വൈ വാല്യൂ കിട്ടിക്കഴിഞ്ഞു, ദെൻ കെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു, ദെൻ വെലോസിറ്റി ഫാക്ടർ സി ബി കിട്ടിക്കഴിഞ്ഞു, സിഗ്മ ഡിയും കിട്ടി. എഫ് ടി ഇതെല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് മൊഡ്യൂൾ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മൊഡ്യൂൾ എം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എഫ് ടി ബൈ സിഗ്മ ഡി സി വി കെ വൈ. അപ്പോൾ എല്ലാ വാല്യൂസ് നമ്മൾ ഓരോന്നായിട്ട് കണ്ടുപിടിച്ച് വെച്ചു. ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൊഡ്യൂൾ വാല്യൂ കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റെപ്പ്. ദെൻ അടുത്ത കണ്ടീഷൻ ഒന്ന് നോക്കാം. അടുത്ത കണ്ടീഷൻ വേറൊന്നുമില്ല. ഇപ്പോൾ ഡയമീറ്റർ അറിയത്തില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയമീറ്ററിനെ കുറിച്ച് ഒരു ഡേറ്റയും തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൊഡ്യൂൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ മൊഡ്യൂൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 2mt ഡിവൈഡ് ബൈ സിഗ്മ ഡി സി വി കെ വൈ ഇസഡ്. ഈ ഇക്വേഷനും ഡേറ്റ ബുക്കിന് തന്നിട്ടുണ്ട്. പേജ് നമ്പർ 12.5 ബിയിൽ, ഇക്വേഷൻ 12.5 ബി, പേജ് നമ്പർ 204. അപ്പോൾ ആ ഇക്വേഷനിൽ നോക്കുമ്പോൾ ഇനി അവിടുത്തെ ഓരോ വേരിയബിൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ട്രാൻസ്മിറ്റഡ് ടോർക്ക് എം ഡി ആണ് ട്രാൻസ്മിറ്റഡ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചേക്കുക. 60 ഇൻറ്റു പി ബൈ 2πn, അതായത് 2πn ബൈ 60 എന്ന് പറഞ്ഞാൽ പി ഇസ് ഈക്വൽ ടു 2πnd ബൈ 60 എന്നുള്ളതിൽ ആ ടി ടോർക്ക് ആണ്, അതാണ് എം ഡി ആയിട്ട് എടുത്തേക്കുന്നത്. ഇവിടെ 60 പി ബൈ 2πn. അപ്പോൾ അവിടെ പി ഇൻ കിലോ വാട്ട് വാല്യൂ 60 ഡിവൈഡ് ബൈ 2πn. 2 എന്ന് പറയുന്നത് എൻ എന്ന് പറയുന്നത് ആർ പി എം, ഏത് വീക്കർ എലമെൻറ്റ് ആർ പി എം ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസ്മിറ്റഡ് ടോർക്ക് വാല്യൂ കിട്ടും. ദെൻ ഇസഡ് വാല്യൂ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടീത്ത് ആണ്. ഇസഡ് ഈസ് ദ നമ്പർ ഓഫ് ടീത്ത്. അടുത്ത വേരിയബിൾ എൻ എന്ന് പറയുന്നത് ഇവിടെ ആർ പി എം, എൻ ഈസ് ദ സ്പീഡ് ഇൻ ആർ പി എം. ദെൻ സി വി എന്ന് പറയുന്നത് വെലോസിറ്റി ഫാക്ടറാണ്. അപ്പോൾ വെലോസിറ്റി ഫാക്ടർ നമുക്ക് അറിയത്തില്ല. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡയമീറ്ററും ഇല്ല. ഡയമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. വെലോസിറ്റി കണ്ടുപിടിച്ചതിന് ശേഷമാണ് വെലോസിറ്റി ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഡയമീറ്റർ അൺനോൺ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് സി വി അങ്ങ് അസ്യൂം ചെയ്യാം. സി വി ഈസ് ഈക്വൽ ടു 0.5. ശ്രദ്ധിക്കുക, ഇവിടെ ഡയമീറ്റർ ഇല്ല, എന്നാൽ ഡയമീറ്റർ ഉണ്ടെങ്കിലേ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. വെലോസിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് സി വി കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സി വി കണ്ടുപിടിക്കാൻ വേണ്ടി വെലോസിറ്റി ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അസ്യൂം ചെയ്യാം, 0.5 ആയിട്ട് അസ്യൂം ചെയ്യാം. ഇനി സിഗ്മ ഡി ചെക്ക് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കുക, അതിനകത്ത് വേരിയബിൾ നോക്കുമ്പോൾ നമുക്ക് സിഗ്മ ഡി നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്ത ക്വസ്റ്റ്യനിൽ കൊണ്ട് അറിയാം. സിഗ്മ ഡി വാല്യൂ അറിയാം, മെറ്റീരിയൽ പ്രോപ്പർട്ടി വാല്യൂ അറിയാം, വെലോസിറ്റി ഫാക്ടർ സി വി അറിയാം, കെ വാല്യൂ നേരത്തെ പോലെ തന്നെ ബി ബൈ എം റേഷ്യോ ആണ്, 10 ആയിട്ട് എടുക്കാൻ പറ്റും. വൈ ലൂയിസ് ഫാക്ടർ നേരത്തെ ഡിഫൈൻ ചെയ്തതുപോലെ തന്നെ വൈ കണ്ടുപിടിക്കാൻ പറ്റും. ഇസഡ് നമ്പർ ഓഫ് ടീത്ത് ആണ്, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ദെൻ എം ഡി വാല്യൂ കണ്ടുപിടിക്കാൻ മാത്രമാണ് ഫർദർ വേറെ ചെക്ക് ചെയ്യാനുള്ളത്, 60 പി ബൈ 2πn. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ മൊഡ്യൂൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇത് രണ്ട് കേസിലും മൊഡ്യൂൾ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് അതിൻ്റെ സിഗ്മ ഡി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ സിഗ്മ ഡി ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മൊഡ്യൂൾ കിട്ടിയത് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്, എഫ് ടി ഈസ് ഈക്വൽ ടു സിഗ്മ ഡി സി വി ബി വൈ എം. പേജ് നമ്പർ 204 ഈ ഇക്വേഷൻ എടുക്കുന്നു. അതിനകത്ത് നമ്മൾ കിട്ടിയ മൊഡ്യൂൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, എം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വൈ അറിയാം, ബി 10 ടൈംസ് മൊഡ്യൂൾ ആയിരുന്നു, അത് നമുക്ക് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്, മൊഡ്യൂളിൻ്റെ വാല്യൂ എടുത്ത് ബി വാല്യൂ കിട്ടിയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി സി വി സിഗ്മ ഡി എഫ് ടി. ഇപ്പോൾ സി വിയുടെ കാര്യം വരുമ്പോൾ അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 0.5 ആയിട്ടാണ് അസ്യൂം ചെയ്തതെങ്കിൽ നമുക്ക് റീകാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് മൊഡ്യൂൾ എം വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയമീറ്റർ ഓഫ് ദ ഗിയർ കണ്ടുപിടിക്കാൻ പറ്റും.
ഡയമീറ്റർ ഓഫ് ദ ഗിയർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സോറി, ഡയമീറ്റർ ഓഫ് ദ വീക്കർ പാർട്ട്. ഇപ്പോൾ ഗിയർ ആവാം പിന്നീടാവാം. ഡയമീറ്റർ ഓഫ് ദ വീക്കർ പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? എം ഇൻറ്റു ഇസഡ്, മൊഡ്യൂൾ ഇൻറ്റു നമ്പർ ഓഫ് ടീത്ത്. അപ്പോൾ മൊഡ്യൂൾ ഇൻറ്റു നമ്പർ ഓഫ് ടീത്ത് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡയമീറ്റർ കിട്ടും. ആ ഡയമീറ്റർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? എഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എഫ് ടി ഇക്വേഷൻ 2mt/d. ഇപ്പോൾ നേരത്തെ നമ്മൾ എം ടി കണ്ടുപിടിച്ച് വെച്ചേക്കല്ലേ, എം ടി നമുക്ക് എന്ത് കിട്ടും? 2 × mt/d. അത് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എഫ് ടി വാല്യൂ കിട്ടും. അല്ലെങ്കിൽ വേറെ നേരത്തെ ഡയമീറ്റർ അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വേറെ ഇക്വേഷനും ഉണ്ട്, 1000 PCS/V എന്ന്, 1000 × P × സർവീസ് ഫാക്ടർ/V. അത് നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനാണ്, അത് യൂസ് ചെയ്യാം. പക്ഷെ അവിടെ പ്രൊവൈഡഡ് V കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ഡയമീറ്റർ വേണം. അപ്പോൾ നമുക്ക് അവിടെ നേരത്തെ കിട്ടിക്കഴിഞ്ഞു. അതേ ഇക്വേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എം ടി വാല്യൂ നിന്ന് ഡയറക്റ്റ് എഫ് ടി കണ്ടുപിടിക്കാനും പറ്റും. എഫ് ടി ഈസ് ഈക്വൽ ടു 2 × mt/d. ഡി എന്ന് പറയുന്നത് മൊഡ്യൂൾ ഇൻറ്റു നമ്പർ ഓഫ് ടീത്ത് ചെയ്ത് കിട്ടും. അപ്പോൾ ഇവിടെ ചേഞ്ച് വരുന്നത് ബി വാല്യൂ നമുക്ക് എന്തായിരിക്കും? 10 ടൈംസ് മൊഡ്യൂൾ എന്നല്ലേ എടുത്തേക്കുന്നത്, അപ്പോൾ 10 × മൊഡ്യൂൾ, ആ വാല്യൂ കിട്ടും. ഇനി ആ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിഗ്മ ഡി, ഇവിടെ ഇക്വേഷനിൽ സിഗ്മ ഡി എന്ന് പറയുന്ന കാര്യം നമ്മൾ അൺനോൺ ആക്കി വെക്കണം. സിഗ്മ ഡി ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് പറഞ്ഞുതരാം. സിഗ്മ ഡി വാല്യൂ നമ്മൾ അൺനോൺ ആക്കി വെക്കും. എന്നിട്ട് എഫ് ടി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 2mt/d കൊടുത്ത് എഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. രണ്ട് കേസിൽ, ഇപ്പോൾ ഫസ്റ്റ് കേസിലായിരുന്നെങ്കിൽ എഫ് ടി ഡയറക്റ്റ് കണ്ടുപിടിക്കുന്നുണ്ട്, 1000 PCS/V എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുന്നുണ്ട്, അത് റെഫർ ചെയ്യുക. ദെൻ എഫ് ടി ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ മൊഡ്യൂൾ ഡയമീറ്റർ അൺനോൺ ആയ കേസിൽ നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിച്ചിട്ട് എഫ് ടി കണ്ടുപിടിക്കാം. ഓക്കെ, ഡയമീറ്റർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മൊഡ്യൂൾ ഇൻറ്റു നമ്പർ ഓഫ് ടീത്ത് വെച്ചിട്ട്. മൊഡ്യൂൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, അത് വെച്ചിട്ട് നമുക്ക് ഡയമീറ്റർ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഫ് ടി കണ്ടുപിടിക്കുന്നു. ഇനി സി വി നമുക്ക് അസ്യൂം ചെയ്തതാണ് 0.5 എന്ന്, അത് നമുക്ക് കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? വെലോസിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സി വിയുടെ സീരീസ് ഓഫ് ഇക്വേഷനിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള നോക്കിയിട്ട് സി വി വാല്യൂ കിട്ടും, കറക്റ്റ് വാല്യൂ കിട്ടും. ബി എന്ന് പറഞ്ഞാൽ 10 ടൈംസ് മൊഡ്യൂൾ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്, അതും കിട്ടും. വെലോസിറ്റി ഫാക്ടർ നമ്മൾ നേരത്തെ ലൂയിസ് ഫാക്ടർ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, മൊഡ്യൂളിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിപ്പോൾ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത് സിഗ്മ ഡി വാല്യൂ ആണ്. അപ്പോൾ സിഗ്മ ഡി വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പെർമിസിബിൾ വാല്യൂവിനേക്കാളും കൂടുതലാണോ കുറവാണോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ പെർമിസിബിൾ വാല്യൂ എന്ന് ഉദ്ദേശിച്ചത് സ്റ്റെപ്പ് നമ്പർ 2-ൽ എഴുതി വെച്ചേക്കുന്ന വാല്യൂ ആണ്. സിഗ്മ ഡി നമ്മൾ സ്റ്റെപ്പ് നമ്പർ 2-ൽ മെറ്റീരിയൽ പ്രോപ്പർട്ടി ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതും ഇപ്പോൾ കിട്ടിയ സിഗ്മ ഡിയും തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടീഷനാണ് വരുന്നത്, സിഗ്മ ഡി ഗ്രേറ്റർ ദാൻ ദ പെർമിസിബിൾ വാല്യൂ. അപ്പോൾ ഡിസൈൻ ഫെയിൽ ആയിപ്പോവും. ഗ്രേറ്റർ ദാൻ പെർമിസിബിൾ വാല്യൂ ആണെങ്കിൽ ഡിസൈൻ ഫെയിൽ ആയിപ്പോവും. അപ്പോൾ എന്ത് ചെയ്യണം? മൊഡ്യൂൾ ചേഞ്ച് ചെയ്യണം. മൊഡ്യൂൾ ചേഞ്ച് ചെയ്യാൻ വേറെ ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ മൊഡ്യൂൾ 5 mm ആണ് കിട്ടിയെങ്കിൽ നമുക്ക് 6 mm, 7 mm, 8 mm എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റാൻ പറ്റും. സ്റ്റാൻഡേർഡ് ടേബിൾ നോക്കിയിട്ടാണ് മാറ്റുന്നത്, അതും പറഞ്ഞു തരാം. മൊഡ്യൂൾ ചേഞ്ച് ചെയ്യുക. അപ്പോൾ മൊഡ്യൂൾ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഡയമീറ്റർ മാറും, ബി വാല്യൂ, ഡയമീറ്റർ മാറുമ്പോൾ എഫ് ടി വാല്യൂ മാറും, ബി മാറും, സി ബി വാല്യൂ മാറും. ഇതെല്ലാം മാറിയിട്ട് റീകാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ ഡി വാല്യൂ, പുതിയ സിഗ്മ ഡി വാല്യൂ കിട്ടും. അത് പെർമിസിബിൾ വാല്യൂവിനേക്കാളും കൂടുതലാണോ കുറവാണോ എന്ന് ചെക്ക് ചെയ്യാം. ബൈ പ്രാക്ടീസ് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എത്രയാണ് മൊഡ്യൂളിൻ്റെ വാല്യൂ ഇട്ടപ്പോൾ കണ്ടുപിടിച്ച സിഗ്മ ഡി പെർമിസിബിൾ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മൊഡ്യൂളിലോട്ട് മാറാൻ പറ്റും. അത് പ്രോബ്ലം ചെയ്ത് നോക്കുക, എന്നിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇനി മൊഡ്യൂൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാനുള്ള ടേബിൾ എന്ന് പറഞ്ഞു തരാം. മൊഡ്യൂൾ സ്റ്റാൻഡർഡൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓരോ ചെക്ക് ചെയ്യുന്ന സ്റ്റെപ്പ് ഫോളോ ചെയ്യാനുള്ളത്. അപ്പോൾ മൊഡ്യൂൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന ടേബിൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് റെക്കമെൻഡഡ് സീരീസ് ഓഫ് മൊഡ്യൂൾസ്. അപ്പോൾ അവിടെ പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട്, പ്രിഫറൻസ് 1, ചോയ്സ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ പ്രിഫറൻസ് 1 ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അത്ര പ്രിസിഷൻ വേണ്ടെങ്കിൽ നമുക്ക് പ്രിഫറൻസ് 1 എടുക്കാം. ഹൈ പ്രിസിഷൻ ഗിയർസിന് വേണ്ടിയിട്ടാണ് ചോയ്സ് 1-ഉം ചോയ്സ് 2-ഉം ചോയ്സ് 3-ലോട്ട് പോകുന്നത്. അപ്പോൾ ഈ സ്പർ ഗിയറും ഹെലിക്കൽ ഗിയറും ഈ ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്. ദെൻ ഇതിനകത്ത് മൊഡ്യൂൾ നോക്കുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ കിട്ടിയ വാല്യൂ ഇപ്പോൾ MM-ലുള്ള വാല്യൂസ് ആണ്. ഇപ്പോൾ 3.5 mm എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് കിട്ടിയതെങ്കിൽ, 3.5 mm എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടിയതെങ്കിൽ നമുക്കിവിടെ നോക്കുമ്പോൾ 3.5 കഴിഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമുക്ക് 4 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രിഫറൻസ് 1-ൽ 4 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും.
അങ്ങനെയാണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൊഡ്യൂൾ 11 mm ആണ് കിട്ടിയതെങ്കിൽ ഇവിടെ പ്രിഫറൻസ് 1ലെ സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് 12 ആണ്. 12 mm ആയിരിക്കും അവിടുത്തെ സ്റ്റാൻഡേർഡ് വാല്യൂ. സ്റ്റാൻഡർഡൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സിഗ്മ ഡി ഒക്കെ ചെക്ക് ചെയ്യാനുള്ളത്. ദെൻ ആ വാല്യൂ കറക്റ്റ് ആണോ എന്ന്, സിഗ്മ ഡി പെർമിസിബിൾ വാല്യൂവിനേക്കാളും കൂടുതലാണോ കുറവാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളത് സ്റ്റാൻഡർഡൈസ് ചെയ്തതിന് ശേഷമാണ്. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം, ഡൈനാമിക് ലോഡ് കാൽക്കുലേഷൻ. ഇപ്പോൾ ഡൈനാമിക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡൈനാമിക് ലോഡിൻ്റെ ഇക്വേഷൻ ഇതാണ്, എഫ് ഡി ഈസ് ഈക്വൽ ടു എഫ് ടി പ്ലസ് K3V CB plus FT by K3V plus root of CB plus FT. അപ്പോൾ അതിനകത്ത് ഓരോ വേരിയബിൾ ഏതാണെന്ന് നോക്കാം. FT എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ടൂത്ത് ലോഡ്, നമുക്ക് വാല്യൂ ഉണ്ട്. K3 വാല്യൂ 20.67 ആണ്. ആ ഡേറ്റാ ബുക്കിനകത്ത് തന്നിട്ടുണ്ട്. പേജ് നമ്പർ 207 12.12 ഇക്വേഷൻ 12.12 താഴെ എല്ലാ വേരിയബിളും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. K3 എന്ന് പറഞ്ഞാൽ 20.67 എടുക്കാം. V എന്ന് പറഞ്ഞാൽ പിച്ച് ലൈൻ വെലോസിറ്റി, B എന്ന് പറയുന്നത് ഫേസ് വിഡ്ത്ത്. ദെൻ ഓരോ വാല്യൂസും കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇനി C കൂടെ വേണം. C എന്ന് പറയുന്നത് നമുക്ക് ടേബിൾ കൊടുത്തിട്ടുണ്ട്. C എന്ന് പറയുന്നത് ഡൈനാമിക് ഫാക്ടറാണ്. അപ്പോൾ ഡൈനാമിക് ഫാക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ ഡൈനാമിക് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള 2 ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ 2 ടേബിളിൽ ഇപ്പോൾ എറർ വാല്യൂ വേണം. ഡൈനാമിക് ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എറർ വാല്യൂ വേണം. ഇവിടെ മെറ്റീരിയൽ കോമ്പിനേഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ മെറ്റീരിയൽ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റ് മെറ്റീരിയൽ കാസ്റ്റ് അയണും സ്റ്റീലിലുമാണ് ഓപ്ഷൻസ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ ഞാൻ എടുത്ത മെറ്റീരിയൽ രണ്ടും സ്റ്റീൽ തന്നെയാണ്. ടൂത്ത് ഫോം നോക്കുമ്പോൾ 20 ഡിഗ്രിയാണ്. അപ്പോൾ സ്റ്റീൽ ആൻഡ് സ്റ്റീൽ 20 ഡിഗ്രി. അപ്പോൾ ശ്രദ്ധിക്കുക, മെറ്റീരിയൽ സ്റ്റീലും പിനിയനും ഗിയറും സ്റ്റീൽ തന്നെയാണ്. ടൂത്ത് ഫോം 20 ഡിഗ്രി. അങ്ങനെയാണ് എൻ്റെ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന കണ്ടീഷൻ. ഇനി വേണ്ട ഇൻപുട്ട് എന്ന് പറയുന്നത് എറർ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടി 2 ടേബിൾ തന്നിട്ടുണ്ട്. ടേബിൾ 12.13യും ടേബിൾ 12.14. ആ ഡേറ്റാ ബുക്കിനകത്ത് നോക്കുക. ടേബിൾ 12.13 ബേസ്ഡ് ഓൺ മൊഡ്യൂളും ടേബിൾ 12.14 ബേസ്ഡ് ഓൺ വെലോസിറ്റിയാണ്. അപ്പോൾ സപ്പോസ് ഞാൻ മൊഡ്യൂൾ വാല്യൂ ആണ് കൺസിഡർ ചെയ്യുന്നത്. എൻ്റെ ഗിയറിൻ്റെ മൊഡ്യൂൾ വാല്യൂ എന്ന് പറയുന്നത് 8 ആണെന്ന് വെച്ചോ. 8 ആണ് എൻ്റെ ഗിയറിൻ്റെ മൊഡ്യൂൾ. അല്ലെങ്കിൽ പിന്നെ ഡിസൈൻ ചെയ്തപ്പോൾ കിട്ടിയ മൊഡ്യൂൾ വാല്യൂ 8. ദെൻ ഇവിടെ തന്നിട്ടുണ്ട് ക്ലാസ് 1 ഇൻഡസ്ട്രിയൽ ഓർ കൊമേഴ്സ്യൽ ഗിയർ, ക്ലാസ് 2 ആക്യുറേറ്റ് ഓർ കെയർഫുള്ളി കട്ട് ഗിയേഴ്സ്, ക്ലാസ് 3 പ്രിസിഷൻ ഗിയേഴ്സ്. ആ എറർ വാല്യൂ നമുക്ക് കറസ്പോണ്ടിങ് നോക്കാം. ഫോർ എക്സാമ്പിൾ ക്ലാസ് 1 ഇൻഡസ്ട്രിയൽ ഓർ കൊമേഴ്സ്യൽ ഗിയർ എന്നാണ് പറഞ്ഞേക്കുന്നത് ക്വസ്റ്റ്യനിൽ. ഇല്ലെങ്കിൽ ഞാൻ അസ്യൂം ചെയ്യുന്നു ക്ലാസ് 1 ഗിയർ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ എറർ വാല്യൂ എന്ന് പറയുന്നത് 0.778 ആണ്. 0.0778 കറസ്പോണ്ടിങ് ടു മൊഡ്യൂൾ 8. അപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ എറർ വാല്യൂ ആണ്. ആ എറർ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നേരെ വന്നിട്ട് C ടേബിളിൽ വരിക, എറർ വാല്യൂ നോക്കുക. അപ്പോൾ 0.07 ആണ്. അപ്പോൾ എനിക്ക് 0.08 ആയിട്ട് അസ്യൂം ചെയ്യാൻ പറ്റും. നിയർ ടു 0.08 ആണ്. അപ്പോൾ ഞാൻ എറർ വാല്യൂ ചൂസ് ചെയ്തു 0.08. ദെൻ സ്റ്റീൽ ആൻഡ് സ്റ്റീൽ 20 ഡിഗ്രി കോമ്പിനേഷൻ വന്ന് നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന C വാല്യൂ എന്ന് പറയുന്നത് ഈ കൊടുത്തേക്കുന്ന വാല്യൂ 915.6. ഇതാണ് എൻ്റെ C വാല്യൂ 915.6. ബ്രാക്കറ്റിലുള്ള വാല്യൂ എല്ലാം എടുക്കാനുള്ളത് ഈ വാല്യൂ എടുക്കുക 915.6. അതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ സിസ്റ്റം ഫോളോ ചെയ്യുമ്പോഴുള്ള വാല്യൂ എന്ന് പറയുന്നത് 915.6 ആണ് C വാല്യൂ. ഇനി വേറെ എക്സാമ്പിൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഞാനിപ്പോൾ നോക്കാം, എറർ വാല്യൂവിന് വേണ്ടി ഞാൻ റെഫർ ചെയ്യാൻ പോകുന്ന ടേബിൾ വെലോസിറ്റി ടേബിളാണ്. അപ്പോൾ വെലോസിറ്റി ടേബിൾ എടുക്കുമ്പോൾ എങ്ങനെയാണ് നോക്കാം. അതിനകത്ത് വെലോസിറ്റി എനിക്ക് കിട്ടിയ വാല്യൂ 4 m/s എന്നാണ് എനിക്ക് കിട്ടിയ വെലോസിറ്റി വാല്യൂ. ദെൻ എറർ വാല്യൂ നോക്കാം. എറർ വാല്യൂ 4 m/s ആണെങ്കിൽ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ 0.0710 ആണ് എറർ വാല്യൂ ആയിട്ട് വരുന്നത്. ഇനി ഞാൻ എടുത്ത ടൂത്ത് ഫോം സ്റ്റീൽ ആൻഡ് സ്റ്റീൽ 14.5 ഡിഗ്രി. ഓക്കെ, ദെൻ എറർ വാല്യൂ നോക്കുമ്പോൾ 0.07 എന്ന് പറയുന്ന വാല്യൂ 0.06നും 0.08നും ഇടയ്ക്കുള്ള വാല്യൂ ആണ്.
0.06നും 0.08നും ഇടയ്ക്കുള്ള വാല്യൂ. അപ്പോൾ ഈ രണ്ട് വാല്യൂ എടുത്തിട്ട് ഇതിൻ്റെ ആവറേജ് എടുത്താൽ മതി, അതായത് എറർ ആവറേജ് എടുത്താൽ മതി. 0.07 എന്ന് പറയുന്നത് 0.06നും 0.08നും ഇടയ്ക്കുള്ള വാല്യൂ ആയതുകൊണ്ട് രണ്ട് വാല്യൂ എടുത്തിട്ട് ആവറേജ് എടുക്കാം. 662ഉം 882.6ഉം കൂടെ എടുത്തിട്ട് ആവറേജ് എടുത്ത് കറസ്പോണ്ടിങ് ടു എറർ 0.07 ആയിട്ട് എനിക്ക് എഴുതാൻ പറ്റും. ഇങ്ങനെയാണ് ഡൈനാമിക് ഫാക്ടർ സി കണ്ടുപിടിക്കുന്നത്. സി വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് മെത്തേഡിലും കണ്ടുപിടിക്കാം, മൊഡ്യൂളും വെച്ചും വെലോസിറ്റി വെച്ചും കണ്ടുപിടിക്കാം. സി വാല്യൂ കിട്ടിയാൽ ബാക്കിൽ വന്നിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സി വാല്യൂ കിട്ടി, ബി കിട്ടി, എഫ് ടി അറിയാം, K3 വി എല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് എഫ് ഡി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എഫ് ടി കാൽക്കുലേഷൻ കഴിഞ്ഞതിന് ശേഷം ചെക്ക് ചെയ്യാനുള്ളത് എൻഡൂറൻസ് സ്ട്രെങ്ത്. ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യനിൽ എൻഡൂറൻസ് സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യാം. വിയർ ലോഡിനാണ് ചെക്ക് ചെയ്യാൻ പറയുന്നതെങ്കിൽ അത് മാത്രം ഫോളോ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം സേഫ്റ്റി ചെക്ക് ചെയ്യുന്ന കാൽക്കുലേഷൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇപ്പം ഡിസൈൻ ചെക്ക് ദ സേഫ്റ്റി ഓഫ് ദ ഗിയർ എന്ന് ചെക്ക് പറയുന്നെങ്കിൽ രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടി വരും. എൻഡൂറൻസ് സ്ട്രെങ്ത് ചെക്ക് ചെയ്യണം, വിയർ ലോഡിനും ചെക്ക് ചെയ്യണം. ഇപ്പോൾ എൻഡൂറൻസ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 12.13a പേജ് നമ്പർ 207. സിഗ്മ ഇ എൻ ബി വൈ എം. ഇക്വേഷൻ എഫ് ഇ എൻ ഈസ് ഈക്വൽ ടു സിഗ്മ ഇ എൻ ബി വൈ എം. അപ്പോൾ ഓരോ വേരിയബിൾ എന്താണെന്ന് നോക്കാം. സിഗ്മ ഇ എൻ എന്ന് പറഞ്ഞാൽ എൻഡൂറൻസ് ലിമിറ്റ് ആണ്. അപ്പോൾ എൻഡൂറൻസ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ ടേബിൾ വന്നിട്ടുണ്ട്. ടേബിൾ 12.15 പേജ് നമ്പർ 238. അപ്പോൾ ടേബിൾ ഒന്ന് നോക്കുക. ഇതാണ് ടേബിൾ 12.15. ടേബിൾ 12.15 അതായത് മെറ്റീരിയലിൻ്റെ പേരും കറസ്പോണ്ടിങ് സിഗ്മ ഇ എൻ വാല്യൂ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 2ൽ തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതർ ഗിവൺ ഡേറ്റ ആയിട്ടോ അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ട് ചൂസ് ചെയ്തതോ ആയിട്ടുള്ള വാല്യൂ, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്മ ഇ എൻ വാല്യൂ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്നത് നോർമലൈസ്ഡ് സ്റ്റീലാണെന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലുള്ളതോ അല്ലെങ്കിൽ ചൂസ് ചെയ്തിട്ടുള്ളതായത് നോർമലൈസ്ഡ് സ്റ്റീലാണ്. ഇപ്പം നോർമലൈസ്ഡ് സ്റ്റീൽ ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ BHN വാല്യൂ, ബ്രിനൽ ഹാർഡ്നെസ് നമ്പർ വാല്യൂ 240, അതോടെ മാച്ച് ചെയ്ത് നോക്കുക. ദെൻ സിഗ്മ ഇ എൻ വാല്യൂ, സിഗ്മ ഇ എൻ എന്ന് പറയുന്നത് എത്രയാണ്? 414.0. അതാണ് എൻഡുറൻസ് സ്ട്രെസ് വാല്യൂ, എൻഡുറൻസ് ലിമിറ്റ് വാല്യൂ 414.0 സിഗ്മ ഇ എൻ വാല്യൂ. ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ സിഗ്മ ഇ എൻ കിട്ടി. ഇനി ബി അറിയാമല്ലോ, ഫേസ് വിഡ്ത്ത്, വൈ ലൂയിസ് ഫാക്ടർ, ദെൻ എം മൊഡ്യൂൾ, എം എന്ന് പറയുന്നത് മൊഡ്യൂൾ. അപ്പോൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഇ എൻ വാല്യൂ കിട്ടും. ഇനി കമ്പയർ ചെയ്യാനുള്ളത് സേഫ് ഡിസൈന് വേണ്ടി കിട്ടാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എൻഡുറൻസ് ലിമിറ്റ് വാല്യൂ ഡൈനാമിക് ലോഡിനേക്കാളും കൂടുതലായിരിക്കണം. അതാണ് കണ്ടീഷൻ. എഫ് ഇ എൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എഫ് ഡി. അങ്ങനെയാണെങ്കിലാണ് സേഫ് ഡിസൈൻ ആവുന്നത്. അപ്പോൾ അങ്ങനെ അല്ല എന്നുള്ളൊരു കണ്ടീഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എഫ് ഇ എൻ കൂട്ടുക എന്നുള്ളതാണ് പോംവഴി. അതായത് എൻഡുറൻസ് സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ളതാണ് പോംവഴി. അതിന് വേണ്ടിയിട്ട് എൻഡുറൻസ് ലിമിറ്റ് സിഗ്മ ഇ എൻ വാല്യൂ കൂട്ടണം. സിഗ്മ ഇ എൻ കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് അതിനെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ സ്റ്റീലിൽ തന്നെ കുറേ വേരിയേഷൻ കൊടുത്തേക്കുന്നുണ്ടോ? സ്റ്റീലിൽ തന്നെ എൻഡുറൻസ് ലിമിറ്റ് കൂടി പോകുന്ന വാല്യൂസ് ഉണ്ട്. നമ്മൾ മെറ്റീരിയൽ സ്റ്റീലാണെങ്കിൽ ഇവിടെ ബ്രിനൽ ഹാർഡ്നെസ് നമ്പർ കൂട്ടുകയാണ്, സ്ട്രെങ്തൻ ചെയ്തെടുക്കുകയാണ്. സ്ട്രെങ്തൻ ചെയ്തെടുക്കുമ്പോൾ കറസ്പോണ്ടിങ്ലി എൻഡുറൻസ് ലിമിറ്റ് വാല്യൂ, എൻഡുറൻസ് സ്ട്രെങ്ത് വാല്യൂയും കൂടി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ സേഫ് അല്ല എന്ന് കണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. വി ആർ സ്ട്രെങ്തനിങ് ദ മെറ്റീരിയൽ ബൈ ഇൻക്രീസിങ് ദ ഹാർഡ്നെസ്. സോ ദ സിഗ്മ ഇ എൻ വാല്യൂ വിൽ ബി ദിസ് വൺ ആൻഡ് എഫ് ഇ എൻ വാല്യൂ റീകാൽക്കുലേറ്റ് ചെയ്യുന്നു. സിഗ്മ ഡിക്ക് എഫ് ഡിക്ക് വാല്യൂക്ക് എബോ ആയിട്ട് കൊണ്ടുവരുന്നു. ഇത്രയും ചെയ്തു വെച്ചാൽ നമുക്ക് ഗിയറിനെ സേഫ് ആക്കാൻ പറ്റുമെന്ന് എഴുതി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. സ്റ്റെപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദി വിയർ ലോഡ്. വിയർ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ്. അതിനും ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. എഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു D1 BQK എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. പേജ് നമ്പർ 208 12.15a ആയിട്ട് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ വേരിയബിൾ എന്നൊക്കെയാണ് നോക്കുക. D1 ഡയമീറ്റർ ഓഫ് ദ പിനിയൻ. ഇവിടെ ശ്രദ്ധിക്കുക, D1 എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ പിനിയൻ ആണ്. ഇവിടെ ഇറസ്പെക്റ്റീവ് ഓഫ് വീക്കർ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. D1 എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ പിനിയൻ തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ബി ഫേസ് വിഡ്ത്ത്, അതിന് മാറ്റമില്ല.
Q എന്ന് പറയുന്ന വാല്യൂ, Q എന്ന് പറയുന്ന റേഷ്യോ ആണ് 2d2/d1 + d2. d2 റെഫർ ചെയ്യുന്നത് ഗിയർ ആണ്, d1 പിനിയൻ. ആ വാല്യൂ നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കാം. അവിടെ തന്നിട്ടുണ്ട് ഇക്വേഷൻ 12.5c 12.15c പേജ് നമ്പർ 208 ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത മേജർ കാൽക്കുലേഷൻ വരുന്നത് K is the load stress factor. അപ്പോൾ ഞാൻ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ടേബിൾ 12.16ഉം 12.17 കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ 239 240 ആ ടേബിൾ നോക്കിയിട്ട് K വാല്യൂ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ FW കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനായി. അപ്പോൾ ഇനി സേഫ് ആണെങ്കിൽ കണ്ടീഷൻ എത്രയേ ഉള്ളൂ, FW ഷുഡ് ബി ഗ്രേറ്റർ ദാൻ FD. FW വാല്യൂ FDയെക്കാളും കൂടുതലായിരിക്കണം. അപ്പോൾ അവിടെ വേരിയബിൾ എന്ന് പറയുന്നത് K ആണ്, ലോഡ് സ്ട്രെസ് ഫാക്ടർ കൂട്ടണം. അത് ആ ലോഡ് സ്ട്രെസ് ഫാക്ടർ ഇപ്പോൾ സപ്പോസ് FW ചെറുതാണെങ്കിൽ K വാല്യൂ കൂടി കഴിഞ്ഞാൽ FW കൂടും. അപ്പോൾ K വാല്യൂ ലോഡ് സ്ട്രെസ് ഫാക്ടർ കണ്ടുപിടിക്കുന്ന ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനുവേണ്ടി എന്ത് ചെയ്യണം. അപ്പോൾ ടേബിൾ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഫസ്റ്റ് ടേബിൾ നോക്കാം. 12.16 ടേബിൾ 12.16. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മളെ മെറ്റീരിയൽ കോമ്പിനേഷൻ വേണം. പിനിയൻ ആൻഡ് ഗിയർ. ഇപ്പോൾ സ്റ്റീൽ ആൻഡ് സ്റ്റീൽ ബ്രിനൽ ഹാർഡ്നെസ് നമ്പർ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത് 250 ഫോർ എക്സാമ്പിൾ 250, ഗിയറിൻ്റെ 200 എന്നാണ് ആ ഒരു കോമ്പിനേഷൻ നമുക്ക് എടുത്ത് നോക്കാം. അല്ലെങ്കിൽ 200 അത് ഏതായാലും കുഴപ്പമില്ല. ദെൻ കറസ്പോണ്ടിങ് K വാല്യൂ ഇപ്പോൾ 14.5 ഡിഗ്രി ഉണ്ട്, 20 ഡിഗ്രി ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളെ ക്വസ്റ്റ്യനുള്ളത് 20 ഡിഗ്രി ആണെങ്കിൽ 0.706 ആണ് K വാല്യൂ. എക്സാമ്പിളാണ് പറഞ്ഞത്. ക്വസ്റ്റ്യനിൽ ഇപ്പോൾ സ്റ്റീൽ പിനിയനും സ്റ്റീല് ഗിയറും സ്റ്റീലാണെങ്കിൽ ബിർണൽ ഹാർഡ്നെസ് നമ്പർ തന്നിട്ടുണ്ട്. അത് നോക്കി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ചൂസ് ചെയ്യുമ്പോൾ ബിർണൽ ഹാർഡ്നെസ് നമ്പർ നമ്മൾ ആദ്യം മെറ്റീരിയൽ സെലക്ഷൻ ചെയ്യുമ്പോൾ തന്നെ ബിർണൽ ഹാർഡ്നെസ് നമ്പർ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള K വാല്യൂ ഇവിടെ കിട്ടിയത് 0.706 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് FW കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ FW ഗ്രേറ്റർ ദാൻ FD ആണെന്ന് നോക്കണം. അപ്പോൾ ഗ്രേറ്റർ ദാൻ FD അല്ല എന്നൊരു കണ്ടീഷനാണ് വന്നതെന്ന് വെച്ചോ, ഡിസൈൻ ഫെയിലായി നിൽക്കുകയാണ്, വിയർ ലോഡിന് ഫെയിലായി നിൽക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ സ്റ്റീൽ ആൻഡ് സ്റ്റീൽ കോമ്പിനേഷന് തന്നെ താഴോട്ട് വരുമ്പോൾ എന്തുണ്ട്, BHN വാല്യൂ കൂടുന്നുണ്ട്. BHN വാല്യൂ കൂടുന്നുണ്ട് ഓരോ കോമ്പിനേഷനിൽ. കറസ്പോണ്ടിങ്ങിലി ഇവിടെ നോക്കുമ്പോൾ K വാല്യൂ അതുപോലെ ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. K വാല്യൂ ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ K വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ FW സ്വാഭാവികമായിട്ടും കൂടും. അപ്പോൾ എന്ത് ചെയ്യണം, FW എത്ര കൂട്ടണം എന്ന് അറിയണമെങ്കിൽ FWനെ FD ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് K എന്ന് പറയുന്ന വാല്യൂ അൺനോൺ ആക്കിയിട്ട് അത് കണ്ടുപിടിച്ച് നോക്കുക. ഒന്നുകൂടെ പറയാം. FWൻ്റെ ഇക്വേഷൻ അറിയാലോ, D1 BQ K വാല്യൂ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, അൺനോൺ ആക്കി വെക്കുന്നു. അതായത് എത്ര വേണം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് FWൻ്റെ പ്ലേസിൽ ഞാൻ FD അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് FDയെക്കാളും ആണല്ലോ കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ FDക്ക് വേണ്ടി എത്ര K വേണമെന്ന് നോക്കും. അപ്പോൾ FW = FD ആയിട്ട് എടുക്കുന്നു, K അൺനോൺ ആക്കി എടുക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ K വാല്യൂ കിട്ടും. K വാല്യൂ വന്നിട്ട് ഈ ടേബിളിൽ ഏതാണെന്ന് നോക്കും, കറസ്പോണ്ടിങ് ഏത് വാല്യൂ ആണെന്ന് നോക്കും. ഫോർ എക്സാമ്പിൾ എനിക്ക് ചെയ്തപ്പോൾ കിട്ടിയ പുതിയ K വാല്യൂ എന്ന് പറയുന്നത് 3.5 ആണെന്ന് വെച്ചോ. അപ്പോൾ 3.5ന് എബവ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്, 3.6 ഉണ്ട്. എന്തായാലും FW കൂടണമല്ലോ, അപ്പോൾ K അടുത്ത വാല്യൂ എടുക്കാം 3.6. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് വേണ്ട ബ്രില്ലൻ ഹാർഡ്നെസ് നമ്പർ 450 ആണ് ഗിയറിന് വേണ്ടത്. സ്റ്റീലിന് 600ഉം വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇതിൻ്റെ സ്ട്രെങ്ത് കൂട്ടണം. സ്ട്രെങ്ത് എങ്ങനെ കൂട്ടിയിട്ട് ബ്രില്ലൻ ഹാർഡ്നെസ് നമ്പർ 600ഉം ഫോർ പിനിയൻ, ഫോർ ഗിയർ 450 എത്തിച്ചാൽ ഈ ഗിയർ വിയർ ലോഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് സേഫ് ആണെന്ന് എഴുതാൻ പറ്റും. ഇത് എപ്പോഴാണെന്ന് വെച്ചാൽ FW ലെസ് ദാൻ FD എന്ന കണ്ടീഷനിൽ എത്തിച്ചേരുമ്പോൾ നമ്മൾ ചെയ്യുന്ന മോഡിഫിക്കേഷനാണിത്. നമ്മൾ കറസ്പോണ്ടിങ് K കണ്ടുപിടിച്ചിട്ട് തിരിച്ച് വന്ന് പിനിയൻ്റെയും ഗിയറിൻ്റെയും BHN വാല്യൂ എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നു, ഫോർ പ്രൊവൈഡിങ് സ്ട്രെങ്ത് അഗെയിൻസ്റ്റ് വിയർ ലോഡ് we are strengthening increasing the brittle hardness number by heat treatment process അല്ലെങ്കിൽ different treatment processes, bringing the brittle hardness number values to corresponding value. എത്രയാണ് കിട്ടിയത് അത് എഴുതുക. ഇങ്ങനെയാണ് ഗിയർ ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഗിവൺ ഡേറ്റ വ്യക്തമായി എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു ധാരണ കിട്ടും. മെറ്റീരിയൽ സെലക്ഷൻ്റെ കാര്യത്തിൽ, മൊഡ്യൂളിൻ്റെ ഏത് വെക്കേഷൻ ബേസ് ചൂസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ, അതിന് മുന്നേ മെറ്റീരിയൽ സെലക്ഷൻ അവിടെ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ഉള്ളത് വീക്കർ പാർട്ടാണ്. ആ വീക്കർ പാർട്ടിനാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് പോകാനുള്ളത്.
അപ്പോൾ ഇത്രയാണ് സ്പാർക്ക് ഗിയർ ഡിസൈനിൽ വരുന്ന